Hello, hi and good afternoon. Traveling leaves you speechless, then turns you into a storyteller. ആദ്യം നമ്മളെ സ്തബ്ധരാക്കുകയും പിന്നീട് കഥ പറച്ചിലുകാരുമാക്കുന്നവരാണ് യാത്രകൾ. ഇത് പറഞ്ഞത് ചില്ലറക്കാരനല്ല, ലോകം കണ്ട മഹാസഞ്ചാരികളിൽ ഒരാളായ ഇബ്ൻ ബത്തൂത്തയാണ്. ശരിയല്ലേ? നമ്മൾ നടത്തിയ യാത്രകളിൽ നാം കണ്ട കാഴ്ചകൾ, നമുക്കുണ്ടായ അനുഭവങ്ങൾ, അവയെക്കുറിച്ചെല്ലാം ഒരു അവസരം കിട്ടിയാൽ നമ്മൾ വാതോരാതെ സംസാരിക്കാറില്ലേ? പണ്ട് സ്കൂളിൽ വെച്ച് നടത്തിയ പഠനയാത്രകൾ പോലും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നില്ലേ? യാത്രകൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്വാധീനം അത്രയുമുണ്ട്. സോ ഡു ട്രാവൽ whenever you can. റൈഡിംഗ് റിപ്പോർട്ട് നിർത്താതെ അതിന്റെ യാത്ര തുടരുകയാണ്. ഇന്നുമുണ്ട് ഒരുപാട് വിശേഷങ്ങൾ. സോ ലെറ്റ്സ് ഗോ. നമ്മളെല്ലാം പല പല ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവരാണല്ലേ? പലർക്കും പലവിധ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട്. ചിലർക്ക് അവരുടെ മോഹങ്ങൾ സഫലമാക്കാൻ കഴിയും, പക്ഷെ ആഗ്രഹങ്ങൾ വെറും സ്വപ്നങ്ങളാക്കി മാത്രം ലോകത്തോട് വിട പറയുന്നവരുമുണ്ട്. എന്നാൽ ഒരു കുതിര എന്ന മോഹം മനസ്സിലിട്ട് 65 വർഷം ജീവിച്ച ഒരാളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. കുതിരമോഹം കൂടിക്കൂടി 65-ാം വയസ്സിൽ ഒരു കുതിര വണ്ടി തന്നെ സ്വന്തമാക്കി. പറഞ്ഞു വരുന്നത് കാസർഗോഡ് ചെറുവത്തൂർ പിലിക്കോട് സ്വദേശി വിജയനെ കുറിച്ചാണ്. വിജയൻ ചേട്ടനെയും അദ്ദേഹത്തിന്റെ കുതിരവണ്ടിയും നമുക്കൊന്ന് പരിചയപ്പെടാം. കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്നും അരുൺ പാറക്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ആദ്യം. നമ്മുടെ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ കാസർഗോഡ് ചെറുവത്തൂരിലേക്കാണ്. അവിടെ പാലക്കാട് തത്തമംഗലത്ത് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടുവരാം. കബാലിട. അപ്പോൾ അതാണ് നമ്മുടെ വിജയൻ ചേട്ടൻ തത്തമംഗലത്ത് നിന്ന് വാങ്ങിയ കബാലി ഇവിടെ റോസാപ്പൂവൊക്കെ വെച്ച് സുന്ദരനായി നിൽക്കുന്നുണ്ട്. ചേട്ടാ എപ്പോഴും വാങ്ങി? ഇതിപ്പോൾ 2 മാസം കഴിഞ്ഞു. അതിന് ശേഷം ഇപ്പാക്കിയ വണ്ടിയാണ്. അല്ലേ? എത്ര പണിയെടുത്തു ഇത് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്? ഇത് ഒരാഴ്ചയിൽ മേലെ എടുത്ത് പണി. കുറേ കാലത്ത് ആഗ്രഹമാണ്. അതെ അതെ. ചെറുവത്തൂരിലൂടെ കബാലിയെയും കൊണ്ടാണ് ചീരത്തോട്ട് വിജയൻ്റെ യാത്ര. കുട്ടിക്കാലം മുതൽക്കുള്ള സ്വപ്നമാണ് ഒരു കുതിരവണ്ടി. അതിനുവേണ്ടി പണം സ്വരുക്കൂട്ടി വെച്ചു. പലരോടും വില ചോദിച്ചു. അങ്ങനെ പണം റെഡിയായപ്പോൾ വാഹനം വാങ്ങാനെന്ന് വീട്ടുകാരോട് പറഞ്ഞ് നേരെ പാലക്കാട് തത്തമംഗലത്തേക്ക്. ഇണങ്ങിയ കുതിരയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് കുതിരയാണ് വാഹനമെന്ന് വീട്ടുകാർ അറിയുന്നത്. നിങ്ങൾ ബൈക്ക് വാങ്ങാൻ പോകാൻ പാലക്കാട് പോയതാണ്? വീട്ടിൽ നിന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല, ആരോടും പറഞ്ഞില്ല, നാട്ടുകാരോടും പറഞ്ഞില്ല. അപ്പോൾ വണ്ടി ഓട്ടോക്കാരനോട് പറഞ്ഞു, ഞാൻ നീലശ്വരത്തുനിന്നാ പോയിനി. അപ്പോൾ അവൻ മാത്രമേ അറിയൂ. ഒരു പെട്ടിയാട്ടൊക്കെ എടുത്തിട്ടാണ് പോയതാ? അതെ. ഇവരൊക്കെ ഒന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചല്ലേ? അതെ അങ്ങനെ. എന്ത് പറയണം എന്നിട്ട് നിങ്ങളുടെ കബാലി? നല്ല സ്വഭാവക്കാരനാണ്. ആർക്കും കയറിയിട്ട് പോവാം. അലമ്പൊന്നുമില്ല? ഇല്ല, ഒരു അലമ്പുമില്ല. നല്ല സ്വഭാവമാണ്. കുതിരയെത്തിയപ്പോൾ കുതിരവണ്ടി വേണമെന്ന വാശിയായി. അതിനുവേണ്ട സാമഗ്രികളൊക്കെ സ്വരൂപിച്ച് സ്വന്തമായി കുതിരവണ്ടി നിർമ്മിച്ചു. ചേട്ടാ, അപ്പോൾ ഈ കല്യാണ വർക്കിനൊക്കെ വിളിക്കണ്ടോ? കല്യാണ വർക്കത്തിന് വിളിക്കുന്നുണ്ട്. നമുക്ക് പോകാനുള്ള അസൗകര്യം കൃഷിയല്ലായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ് പോകാൻ കഴിയില്ല. മുൻകൂട്ടി പറഞ്ഞാൽ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചിലവ് വരുന്നുണ്ട് ഒരു ദിവസം ഈ കുതിരേനെ? ഇതിപ്പോൾ ഒരു 150 രൂപ വരും ഒരു ദിവസം ചിലവ്. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇതിന് മുതിര, തവിട്, കുറച്ച് പുല്ല് ഞാൻ ആടിൻ്റെ കൂടെ മേയ്ക്കാനും കൊണ്ടുപോകും. കുതിര വാങ്ങാനിപ്പോൾ ഈ കൂടെ എത്തുമ്പോൾ എല്ലാം അതിൻ്റെ സാധനം എല്ലാം കൂടെ ഒരു 70 രൂപ. കബാലി എന്ന കുതിരയുടെ പേര് വിജയം മാറ്റിയില്ല. കബാലിയെ കണ്ട വീട്ടുകാരുടെ പ്രതികരണം ഇങ്ങനെ. നമ്മുടെ കബാലിക്കൊപ്പം നമ്മുടെ രാധചേച്ചി, സാവിത്രി ചേച്ചി, കൃഷ്ണേട്ടനൊക്കെ ഉണ്ട്. എന്ത് പറയണേ? നല്ല സൂപ്പർ. ഇപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ചൊരു ഇതായിട്ട് ഇതാക്കിനി. ഇപ്പം നമുക്ക് തോന്നുന്നത് നല്ല കാര്യമാണ്. ചേച്ചി ഒന്നും പറയാതെ വണ്ടി വാങ്ങാൻ പോകുന്നു പറഞ്ഞിട്ട് കുതിരനെ വാങ്ങിയിട്ട് വന്നു. കുതിര ഇറങ്ങുമ്പോൾ നല്ല വണ്ടി കാണാത്തോണ്ട് ദേഷ്യം ഉണ്ടായോ? ഇല്ല, സന്തോഷമാണ്. ഇതിനു പകരം ഒരു പശുവിനെ വാങ്ങിയാൽ പോരെയെന്ന് ചോദിച്ച കൃഷ്ണനും ഇപ്പോൾ ഹാപ്പിയാണ്. നല്ല കാര്യം തന്നെ തോന്നുന്നു. ഇപ്പോൾ ആദ്യം എനിക്ക് തോന്നി ഇതെന്തിനും ഇപ്പോൾ വെറുതെ ഒരു കറക്കുന്ന പശുവിനെ മേടിച്ചാൽ പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ ആൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല കാര്യം തന്നെ തോന്നുന്നു.
സ്കൂൾ അവധിയായതിനാൽ കബാലിയാണ് കുട്ടികളുടെയും തോഴൻ. നമ്മുടെ കബാലിക്കൊപ്പം 2-3 സുഹൃത്തുക്കളുണ്ട്. അവരോട് നമുക്ക് കബാലിയുടെ വിശേഷം ചോദിക്കാം. എങ്ങനെയുണ്ട് കബാലി? സൂപ്പറാണ്. കളിക്കാൻ വന്നാണോ? കളിക്കാൻ. കബാലിയും വണ്ടിയും നാട്ടിൽ കൗതുകമായതോടെ നിരവധി പേരാണ് പീലിക്കോട് പുത്തിലോട്ടെ വിജയന്റെ വീട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ രാധച്ചേച്ചി, സാവിത്രി ചേച്ചിയും കൃഷ്ണേട്ടനൊക്കെ ഒരു കുതിര സവാരിയിലാണ്. ഇങ്ങനെ കുതിരയും കുതിരസവാരിയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ചെറുവത്തൂരിലെ പുത്തിലോട്ട് വരാം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ഇക്കരെയാണെൻ്റെ താമസം, അക്കരെയാണെൻ്റെ മാനസം, പൊന്നണിഞ്ഞെത്തിയ മധുമാസം, എന്നുള്ളിൽ ചൊരിയുന്നു രാഗരസം. ഇക്കരെയാണെൻ്റെ താമസം, അക്കരെയാണെൻ്റെ മാനസം. ഈ പാട്ട് പോയി പാടാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. 2 സംസ്ഥാനങ്ങളുടെ സംസ്കാരം പേറുന്ന ഒരു പുഴയുടെ തീരത്തേക്കാണ് അടുത്ത യാത്ര. ഇങ്ങേക്കര കേരളത്തിലെ പെരിക്കല്ലൂരും അങ്ങേക്കര കർണാടകയിലെ ബൈരക്കുപ്പയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേൾക്കുമ്പോൾ ഒരു കൗതുകമൊക്കെ ഉണ്ടെങ്കിലും പെരിക്കല്ലൂരുകാർ നിരാശയിലാണ്. കബനിപ്പുഴയ്ക്ക് കുറുകെയുള്ള തോണിക്കടവിൽ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പെരിക്കല്ലൂരിന്റെ വഴിയിലൂടെ ഒരു യാത്ര നടത്തുകയാണ് 24 വയനാട് റിപ്പോർട്ടർ സുർജിത്ത് അയ്യപ്പത്ത്. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് യാത്ര ചെയ്യുന്നത് പെരിക്കല്ലൂരിലേക്കാണ്. പെരിക്കല്ലൂർ എന്ന് പറയുന്നത് മുള്ളംകൊല്ലി പഞ്ചായത്തിലെ പ്രദേശമാണ്. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു ഗ്രാമം. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം പെരിക്കല്ലൂരിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. KSRTC സർവീസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചില പരിഹാസം ഉന്നയിച്ചത്. അത് പറഞ്ഞത് പെരിക്കല്ലൂർ ഭൂപടത്തിലില്ലാത്ത സ്ഥലം എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ്. ഇതിനെതിരെ വലിയ വിമർശനം ഈ മേഖലയിൽ നിന്ന് ഉയർന്നതാണ്. എന്തായാലും പെരിക്കല്ലൂരിനെയും കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണമെന്നുള്ള ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ മേഖലയിലേക്കാണ് നമ്മുടെ യാത്ര, കബനി തീരത്തേക്ക്. ഒരു ബസ്സിന് കടന്നു പോകാവുന്ന ഇടുങ്ങിയ വഴികളാണ് പെരിക്കല്ലൂരിലുള്ളത്. തീർത്തും ഗ്രാമീണത നിലനിൽക്കുന്ന നാട്, കുടിയേറ്റത്തിൻ്റെ ചരിത്രമുള്ള മണ്ണ്, കബനിപ്പുഴ കടന്നെത്തിയ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഭൂപ്രദേശം. വന്യമൃഗങ്ങൾ വിഹരിച്ചിരുന്നിടത്ത് കാടുവെട്ടി വിത്ത് വിതച്ച് വിളക്കി കാവൽ നിന്ന മനുഷ്യരുടെ പിൻതലമുറയാണ് പെരിക്കല്ലൂരുകാർ. അങ്ങനെ ഞങ്ങൾ പെരിക്കല്ലൂർ തോണിക്കടവിലെത്തി. ഇതിനപ്പുറം കർണാടകയാണ്, ഇടയിലൂടെ കബനി നദി ഒഴുകുന്നു. 1994 ഇവിടെ ഒരു പാലത്തിൻ്റെ സാധ്യതയുണ്ടായിരുന്നു. അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരനും കർണാടക മുഖ്യമന്ത്രിയായിരുന്ന വീരപ്പ മൊയ്ലിയും ചേർന്ന് ഇവിടെ പാലം യാഥാർത്ഥ്യമാകും എന്നുള്ള കരുതലിൽ ഒരു ശിലാഫലകം സ്ഥാപിച്ചു. ആ ശിലാഫലകത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. സെപ്റ്റംബർ 22 കേരള കർണാടക മുഖ്യമന്ത്രിമാർ ചേർന്ന് തോണിക്കടവിൽ ഈ ശിലാഫലകം സ്ഥാപിക്കുന്നത്. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ വിധമെന്നത് ഖേദകരം. വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ എതിർപ്പാണ് പാലനിർമ്മാണം ശിലാസ്ഥാപനത്തിൽ ഒതുങ്ങിയത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചില ശ്രമങ്ങൾ നടന്നു, പക്ഷേ അതൊന്നും വിജയം കണ്ടില്ല. ഇവിടെ ഇങ്ങനെ ഈ ശിലാഫലകം അനാഥമായി കിടപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നില്ല. ഒരുപക്ഷെ ഈ പാലം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ വയനാടിൻ്റെ വികസനത്തിൽ അതൊരു നാഴികക്കല്ലായി മാറിയേനെ. മുള്ളംകൊല്ലിയുടെ ഉൾപ്പെടെ വികസനം സാധ്യമായേനെ. ഇതാണ് തോണിക്കടവ്. വാഹനങ്ങൾ ഇതുവരെ എത്തുള്ളൂ. ഇതിനപ്പുറം കബനി നദി കടക്കണമെങ്കിൽ കടത്തു തോണിയെ ആശ്രയിക്കണം. നമുക്കെന്തായാലും അപ്പുറത്തേക്കൊന്ന് പോയി വരാം. കബനിപ്പുഴ ഇപ്പോൾ കലങ്ങിമറിഞ്ഞ് ഒഴുകുകയാണ്. ഈ കടത്തുതോണികളെ അനവധി പേരാണ് ആശ്രയിക്കുന്നത്.
കർണാടകയിൽ കൃഷി ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ, മറ്റു തൊഴിലുകൾക്കായി ഇരു സംസ്ഥാനങ്ങളെയും ആശ്രയിക്കുന്നവർ. ഇവിടെ ഒരു പാലമുണ്ടായാൽ നേട്ടം പലതാണ്. കൽപ്പറ്റയിൽ നിന്ന് മൈസൂരുവിലേക്കുള്ള ദൂരം 110 കിലോമീറ്ററായി കുറയും. രാത്രികളിൽ അടയ്ക്കപ്പെടുന്ന ദേശീയപാതയ്ക്ക് ബദലാകാൻ പെരിക്കല്ലൂർ ബൈരക്കുപ്പ പാലത്തിന് കഴിയും. പക്ഷേ ഇതെന്ന് എന്ന ചോദ്യമാണ് ശേഷിക്കുന്നത്. വർഗീസേട്ടൻ, എത്ര കാലമായി വർഗീസേട്ടൻ ഈ കടത്ത് തോണി തുടങ്ങിയിട്ട്? എത്ര കാലമായി? ഞാനിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഒരു 12 വർഷം ആയിട്ടുള്ളൂ. ഇവിടെ പാലം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ബാധിക്കില്ല, ശരിക്കും നിങ്ങളുടെ കഞ്ഞുപിടി വിട്ടും അല്ലേ? അല്ല, പാലം യാഥാർത്ഥ്യമായാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു വികസനം ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവിടെ സാധനം വില കുറവാണോ? അങ്ങനെ ആൾക്കാർ അങ്ങോട്ട് പോകാൻ കാരണം എന്താ, എന്തുകൊണ്ടാണ്? അവിടെ സാധനം വില കുറവുണ്ട്. ഈ ചെറിയ ചെറിയ ഐറ്റംസിന് വില കുറവുണ്ട്. മുന്തിയ സാധനത്തിനൊക്കെ നമ്മളെ ഇവിടുത്തെ കഴിഞ്ഞ് കേരളത്തിലെ കഴിഞ്ഞ് വില കൂടുതലും ഉണ്ട് അവിടെ. മൂലവെട്ടി ഇപ്പം ഇല്ല, അത് ചാരായമാണ്. മൂലവെട്ടി എന്ന് പറഞ്ഞാൽ ചാരായമാണ്. ഇപ്പം ചാരായല്ല, ബ്രാൻഡി മാത്രമേ ഉള്ളല്ലോ. ആ ഫ്രൂട്ടി പാക്കറ്റ് മാതിരി ഉണ്ടാവും. അതിൻ്റെ കട്ട് ചെയ്ത് ഒഴിക്കുന്നു, കഴിക്കുന്നു. ഫ്രൂട്ടി പൊട്ടിച്ച് കഴിക്കുന്നവർ തന്നെ. നേരെ ഇവിടെ വരുന്നു, അക്കരെ പോകുന്നു, 10 രൂപ കൊടുക്കുന്നു, പോയി കഴിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഇവിടെ 10 രൂപ കൊടുക്കുന്നു, അവർ പോകുന്നു. അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു. അങ്ങനെ നമ്മൾ ബൈരക്കുപ്പയിലെത്തി. ബൈരക്കുപ്പ എന്ന് പറയുന്നത് കർണാടകയാണ്. അതിർത്തി കടന്നുത കർണാടകയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് വരുന്ന പോയി വരാം. ഇറങ്ങിയ വഴിക്ക് ഒരു ബാറ് കണ്ടു. മദ്യത്തിന് ഇവിടെ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് കർണാടകത്തിൽ ഇത്തിരി വില കുറവുണ്ട്. സ്വാഭാവികമായും ആളുകൾ ഇവിടേക്ക് എത്തും, മദ്യപിക്കാൻ വേണ്ടി വരും. അങ്ങാടി തൊട്ട് മുകളിലാണ്. അങ്ങാടിയിലേക്ക് വരെ നമുക്കൊന്ന് പോവാം. പാലം 1993 ഇങ്ങനെ തർക്കൽ ഇട്ടിരുന്നു. അതെ, 1904 പിന്നീട് അതിനെപ്പറ്റി ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വരും എന്നുള്ള പ്രതീക്ഷയില്ല. വന്നിരുന്നെങ്കിൽ എല്ലാവർക്കും വളരെ ഉപകാരമായിരുന്നു. കാരണം ഒരുപാട് സ്കൂൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെയുള്ള ആളുകളൊക്കെ ജോലിക്ക് വേണ്ടി പോകുന്നതൊക്കെ അക്കരയിലേക്കാണ് പോകുന്നതും വരുന്നതെല്ലാം. അത്യാവശ്യം ഒരു ചെറിയ തോതിലൊക്കെ ഇച്ചിരി അടിച്ച് പണിയും കഴിച്ച് ക്ഷീണം മാറുന്നവനാണെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യത്തിനുള്ള ലഹരി കിട്ടും. അത് ഉദ്ദേശിച്ചിട്ട് ആൾക്കാർ വരുന്നത്. അങ്ങനെ വരുന്നുള്ള ആൾക്കാരല്ല, വേറെ യാത്രക്കാർ കുറവാണ്. അത്യാവശ്യം ബാംഗ്ലൂർ, മൈസൂർ പോകുന്ന ആൾക്കാരൊക്കെ കുറവാണ്. ഒരു നല്ല തോണിയാത്ര സാധ്യമായി കബനി നദി. പക്ഷേ ഒരു പാലം വേണമെന്നുള്ള ആവശ്യം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് നാട്ടുകാർ. ഒരു നടപ്പാലമെങ്കിലും എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. അത് സാധ്യമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അപ്പോൾ പെരിക്കല്ലൂരിൻ്റെ വിശേഷം അതാണ്. ഞാൻ പറഞ്ഞതുപോലെ അപ്പുറം ഇപ്പുറവും അല്ലേ, ഒരു പുഴയ്ക്ക് അപ്പുറത്ത് അക്കരയിലും ഇക്കരയിലും 2 സംസ്കാരങ്ങൾ, 2 സ്ഥലങ്ങൾ, 2 സംസ്ഥാനങ്ങൾ. അതാണ് പെരിക്കല്ലൂരിൻ്റെ വ്യത്യസ്തം. പക്ഷേ പാലം വേണമെന്ന് അവരുടെ ആവശ്യത്തിന് അതിനൊപ്പം നിൽക്കേണ്ടിയിരിക്കുന്നു അധികൃതർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പാട്ടിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേർ പറയുന്നു. ഈ പാട്ട് പാടിയതുകൊണ്ട് ഈ കുമ്പിളപ്പത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാലേ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഒരു സ്റ്റോറി അത് അന്ന് സംപ്രേഷണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇത്തവണ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര്. ഇത്തവണ ഉണ്ട്. വെൽക്കം ബാക്ക്. റൈഡിംഗ് റിപ്പോർട്ട് തുടരുകയാണ്. അപ്പോൾ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല, ആ കുമ്പിളപ്പത്തിൻ്റെ കഥയിലേക്കാണ്. കേരളത്തിൽ നിന്ന് കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലടക്കം ഹിറ്റായ ഒരു രുചിക്കൂട്ട് തേടിയാണ് അടുത്ത യാത്ര. കുമ്പിളപ്പത്തിൻ്റെ രുചി അറിയാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല. പക്ഷേ അതേ കുമ്പിളപ്പത്തിൻ്റെ മധുരം വിളമ്പി വിജയിച്ച കർഷകരുണ്ട് കോട്ടയം നീലൂർ ഗ്രാമത്തിൽ. ഒരു കൂട്ടം വീട്ടമ്മമാരുടെ ആ കൈപ്പുണ്യത്തിൻ്റെ വിശേഷങ്ങൾ തേടിയാണ് അടുത്ത യാത്ര. കോട്ടയം നീലൂരിൽ നിന്നും ടോബി ജോൺസനാണ് റൈഡിംഗ് സീറ്റിൽ. എണ്ണപ്പലഹാരങ്ങൾ മലയാളികളുടെ തീൻമേശയിൽ നിറയുന്നതിനിടയിലാണ് നീലൂരിലെ കുമ്പിളപ്പവും താരമാകുന്നത്. വിദേശത്തു നിന്നടക്കം നിരവധി പേരാണ് ഈ കുമ്പിളപ്പം കഴിക്കാൻ നീലൂരിലേക്ക് എത്തുന്നത്. ആ കുമ്പിൾ പെരുമ തേടി നമുക്കും ഒന്ന് പോകാം.
കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ആ കുമ്പിളപ്പ ഫാക്ടറി. 600-ലധികം കർഷകരുടെ പ്രയത്നം കൊണ്ട് സ്ഥാപിച്ചതാണ് ഈ സ്ഥാപനം. അവിടെ സ്ത്രീകളടക്കം നിരവധി പേർക്ക് ജോലിയും നൽകുന്നുണ്ട്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ ഒന്ന് നേരിട്ട് കാണാം. ഞങ്ങൾ 2016 ഞങ്ങൾ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. നബാർഡിൻ്റെ സഹകരണത്തോടെ നീരൂർ സഹകരണ ബാങ്ക് പ്രൊമോട്ട് ചെയ്ത കമ്പനിയാണ് നീരൂർ പ്രൊഡ്യൂസർ കമ്പനി. നാട്ടിലുള്ള ഞങ്ങളുടെ ഈ നാട്ടിലുള്ള സുലഭമായ കപ്പ, ചക്ക അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്ത് ഇവിടുത്തെ കർഷകർക്ക് നേട്ടം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇവിടെ തന്നെ ചക്കപ്പഴം വെട്ടി അത് എല്ലാം ഡ്രസ്സ് ചെയ്തെടുത്ത് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് പോലെ പകൽ ഇവർ ഡ്രസ്സ് ചെയ്ത് തരും. അപ്പോൾ അത് ഞങ്ങൾ അതിനുള്ള പൾപ്പെല്ലാം തയ്യാറാക്കി വെക്കും. ചക്ക അടിച്ച് പിന്നെ അതിന് ശർക്കര ഇതെല്ലാം തേങ്ങായും എല്ലാം ചേർത്ത് പൾപ്പ് റെഡിയാക്കി വെക്കും. ആ റെഡിയാക്കി വെക്കുന്ന പൾപ്പ് വൈകിട്ട് നൈറ്റുകാർ കയറുന്നവർ ഇത് കുമ്പിളാക്കുക ചെയ്യുന്ന. എന്നിട്ട് അത് വെളുപ്പിന് തന്നെ എല്ലാ കടകളിലോട്ടും ഇവിടുന്ന് സ്ഥിരം പോകുന്നത് വെളുപ്പിന് തന്നെ പോകും. വയസ്സുണ്ട്. ഇവിടെ തുടങ്ങിയാണ്ട് മുതൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ചക്ക ഇങ്ങനെ എടുക്കും, മറ്റേ പച്ചച്ചക്ക കിട്ടുമ്പം വെട്ടും, കീന്തും കൊടുക്കും, പിന്നെ വറക്കാനുള്ളത് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചക്കക്കുരു പൊടിച്ചോണ്ട് വരും. പിന്നെ സന്തോഷമല്ലേ, വളരെ സന്തോഷമാണ്. കേൾക്കാൻ മഴ നനയണ്ട, നല്ല നല്ല സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പം ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ചേച്ചിമാരെന്തായാലും അത് തുറക്കാൻ പോവാണ്. തുറന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ കുമ്പിളപ്പം എന്ന്. രുചി എന്തായാലും ഒട്ടും കുറയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് തുറക്കാന്നേ. കണ്ടില്ലേ, ഇതുപോലെ മനോഹരമായ കുമ്പിളപ്പങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇതിപ്പം ഒരു ട്രേ മാത്രമാണ് ഉള്ളത്. ഇതുപോലെ നിരവധി തവണ ഇവർ ഇവിടെ ഒരു ദിവസം ഈ കുമ്പിളപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് കുമ്പിള്. അതായത് നമ്മൾ ഇടനേല എടുത്ത് അതിൻ്റെ അകത്ത് 90 ഗ്രാം റവ മാവ് കലക്കി എടുത്ത് വെച്ച് ഉണ്ടാക്കും. വേവ് ഒരു 3/4 മണിക്കൂർ കൊണ്ട് വെന്ത് കിട്ടും. നമ്മൾ രാവിലെ തന്നെ ഒരു 2500 അവിടെ കയറി പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ എക്സ്പോർട്ട് കമ്പനിക്ക് അല്ലാതെയും കൊടുക്കുന്നുണ്ട്. ഒരു മാസം ഒരു 10-50,000 നമുക്ക് കയറി പോകുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ജോലിയായി. ചേച്ചിമാർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആവി കയറ്റി വേവിച്ചെടുക്കുന്ന കുമ്പിളപ്പങ്ങൾ ഈ മേശയിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് പാക്ക് ചെയ്ത് വിതരണം ചെയ്യുന്നത്. ആ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ട്രേ കൊണ്ട് നേരത്തിടും. ശകല ആവി കളയുമ്പം നമ്മൾ ഈ കൂടുകളിൽ പാക്ക് ചെയ്ത് നമ്മൾ സാധനം കൊടുത്തു വിടുവാണ്. അന്നേരത്തേനും വരും ആൾക്കാർ. നമ്മൾ ഓർഡർ അനുസരിച്ച് ഓരോ കടകളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. എല്ലാ ദിവസവും കൊടുക്കുന്ന കടകളിൽ തന്നെ എന്നും കൊടുക്കുന്നു. ഇത് ഏകദേശം 1200 വരും. അത് 10 എടുക്കുന്നവരുണ്ട്, 20 എടുക്കുന്നവർ, 40, ഒരു മെഡിസിറ്റി ഹോസ്പിറ്റൽ 300 എടുക്കുന്നുണ്ട്. മുമ്പിപ്പം ആൾക്കാർക്ക് ഇപ്പം ഒത്തിരി താല്പര്യമായി തുടങ്ങി. ആദ്യം സെയിലായിരുന്നു, ഇപ്പം മനസ്സിലായി എണ്ണയില്ലാത്തൊരു ഭക്ഷണമല്ല ഇത്. കാരണം ബാക്കിയുള്ള പല കാര്യങ്ങളെല്ലാം തിളപ്പിച്ച എണ്ണ തന്നെയല്ലേ വീണ്ടും ഉണ്ടാക്കുന്നത്. ഇതങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ കഴിക്കാൻ തുടങ്ങിയത്. മറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ, തേന്, ഇത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ചെറുതേനും വൻതേനും ഉണ്ട്, കൂവപ്പൊടി, പുളി, കുടംപുളി എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ദിവസം ഡെയിലി 2500 കുമ്പിളപ്പം നമ്മളിവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം അതുപോലെ തന്നെ ഒരു മാസം 50,000 എണ്ണം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അറുന്നൂറ്റി കർഷകരുടെയും ഈ ഇരിക്കുന്ന വീട്ടമ്മമാരുടെയും കൂട്ടായ പ്രയത്നമാണ് ഈ സംരംഭത്തിന്റെ വിജയം.
ഒന്നിച്ചു നിന്നാൽ എന്തും സാധ്യമാകുമെന്ന് തെളിയിച്ചു തരികയാണ് നീലൂരുകാർ. കോട്ടയത്ത് നിന്ന് സജീവ് എൻഎസിനൊപ്പം ടോബി ജോൺസൺ, 24. ആ കുമ്പിളപ്പം ഉണ്ടാക്കി ആ വലിയ പാത്രത്തിൻ്റെ മൂടി തുറന്നപ്പോൾ എത്ര പേര് ഇങ്ങനെ ഉണ്ടാക്കി? ഞാൻ ആക്കിയിട്ടു എന്തായാലും. അപ്പോൾ കുമ്പിളപ്പം കണ്ടു, ഒരു ചായ കുടിച്ചാലോ? ചായ കുടിക്കാൻ സമയമായിട്ടില്ല, പക്ഷേ ഒരു ചായ കുടിക്കാം. ഒരു ചായ കുടിക്കാൻ പോവുകയാണ് തൃശ്ശൂരിലെ നമ്മുടെ റിപ്പോർട്ടർ സൂരജ് സജി. സൂരജ് ചായ കുടിക്കാൻ പോയാൽ എന്താ എന്ന് ചോദിക്കാൻ വരട്ടെ. സൂരജ് ചായ കുടിക്കാൻ പോകുന്ന സ്ഥലത്തുണ്ടൊരു പ്രത്യേകത. 103 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ചായക്കടയിലേക്കാണ് സൂരജ് പോകുന്നത്. ഓലമേഞ്ഞ ഓട്ടക്കാലിണക്കിയുള്ള നാട്ടിൻപുറത്തിൻ്റെ ഭംഗിയുള്ള ഒരു ചായക്കട. പഴമയെ പെരുമയോടെ സൂക്ഷിക്കുന്ന ഈ ചായക്കടയിൽ ഒരു നാടാകെ ഒത്തുകൂടാറുമുണ്ട്. തൃശ്ശൂർ പാടൂരിലെ നൂറ്റാണ്ടിൻ്റെ ആ ചായക്കടയിൽ എത്തുന്നു സൂരജ്. റിപ്പോർട്ട് കാണാം. ചായയോടുള്ള പ്രണയം അത് തീർത്താൽ തീരാത്തതാണ്. ഒരു ചായ കുടിക്കാനാണ് ഈ യാത്ര. ഒരു ചായയിൽ എന്തെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ ഈ ചായക്കും ചായക്കടക്കാരനും ചില പ്രത്യേകതകളുണ്ട്. ഒരു നൊസ്റ്റാൾജിക് ഫീൽ. ഇതാണ് ചായ തേടിയെത്തിയ ഇടം. 103 വർഷം പഴക്കമുള്ള ചായക്കട. പറഞ്ഞറിയിക്കുന്നില്ല, അകത്തുപോയി കണ്ടറിയാം ആ വിശേഷങ്ങൾ. പഴമ പേറുന്ന ഈ കടയുടെ നടത്തിപ്പുകാരൻ സുനിച്ചേട്ടനെയാണ് ഈ കാണുന്നത്. സുനിച്ചേട്ടൻ ഇതിന്റെ വിശേഷങ്ങൾ പറയും. എങ്ങനെയാട്ടെ ഇതിന്റെ ഇപ്പോഴും നമ്മുടെ ഒരു പ്രത്യേകത എന്താ? പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ 103 വർഷം കഴിഞ്ഞു ഈ ചായക്കട. അച്ചാച്ചനായിട്ടുള്ള ചായക്കടയാണ്. അതിപ്പോ അച്ഛൻ്റെ കഴിഞ്ഞിട്ട് ഞാനാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രത്യേകത വെച്ചാൽ എരുമപ്പാലിന് മാത്രമേ ഇവിടെ ചായ കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പുട്ട്, പപ്പടം, റൊട്ടി, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. പഴമ പേറുന്ന സാധനങ്ങൾ തന്നെയാണ്, അതായത് പാത്രങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ ഏട്ടാ? അതെ അതെ. വെള്ളം വെക്കുന്നത് കുഴിതാളി, പണ്ടത്തെ ഒരു 103 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുക ഇതിന്. പിന്നെ ചെമ്പിലാണ് വെള്ളം വെക്കുന്നത്. അടുപ്പ് തീ കത്തിച്ചിട്ടാണ് ചായ വെക്കുന്നത്. അങ്ങനെയുള്ള പഴമയിലിനെ കൊണ്ട് നടക്കുന്നത് എല്ലാതും. മൂന്നാം തലമുറയാണ് ഇപ്പോൾ ഈ കട നടത്തുന്നത്. സുനിച്ചേട്ടൻ്റെ അച്ഛൻ മാധവൻ, അതിനുശേഷം അതിനു മുൻപ് അദ്ദേഹത്തിന്റെ പിതാവ് വേലുണ്ണി. അങ്ങനെ ഇപ്പോൾ ഈ മൂന്നാം തലമുറയിൽപ്പെട്ടവർ ഈ പഴമ ഒട്ടും ചോരാതെ ഈ കടയുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ എത്തുന്നവരെല്ലാം തന്നെ പഴയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കഥകളെല്ലാം പറയാൻ ഏറ്റവും അറിയാവുന്നതും ഇവർക്ക് തന്നെയാണ്. ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ അറിവുകളാണ്. ഇപ്പോൾ വേലിനി അച്ഛാച്ചനെ നമ്മൾ കണ്ടതായിട്ട് ചെറുതായിട്ടുള്ളൊരു ധാരണയുള്ളൂ. പിന്നെ അച്ഛനായിട്ട് വന്നു, മാധവേട്ടന് ശേഷം ഇപ്പോൾ സുനി വന്നു. അങ്ങനൊരു തലമുറ കൈമാറ്റത്തിലാണ് ഇപ്പോൾ നമ്മളൊക്കെ വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. എൻ്റെ അച്ഛനായിരുന്നു ആദ്യം വന്നിരുന്നത്. അതിനുശേഷം ഇപ്പം ഞങ്ങൾ തലമുറ ഇവിടെ ചെറിയൊരു സുഖം. വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് മാറി നിന്നിട്ട് ഒരു സമാധാന അന്തരീക്ഷം, പിന്നെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുക. ഇവിടെ പ്രത്യേകിച്ച് വെച്ചാൽ എല്ലാ രീതിയിലുള്ള ചർച്ചകളും ഇവിടെ നടക്കും. രാവിലെ 5 മണിക്ക് തുറക്കുന്നതാണ് ഈ കട. വീട്ടിൽ തന്നെ വളർത്തുന്ന എരുമയെ കറന്നെടുക്കുന്ന പാല്, ആ എരുമപ്പാല് കൊണ്ടുണ്ടാക്കിയ രുചിയേറിയ ചായ കുടിക്കാനാണ് ഈ കാണുന്ന ആളുകളൊക്കെ എത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ഇതുപോലെ തന്നെ ഇത്രത്തോളം ഒരു പഴക്കമേറിയ ചായക്കട തൃശ്ശൂർ ജില്ലയിലില്ല. കാരണം അത്രത്തോളം പഴക്കമുള്ളതായത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടുത്തെ അവസ്ഥകൾ തന്നെ കണ്ടറിയാം. മൺചമരുകളായിട്ടുള്ള ഇടിഞ്ഞു വീണ് ആ പഴയ കാലത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത് ഈ ചായക്കട. ഇതിൻ്റെ ഈ ചായക്കട പ്രത്യേകത എന്ന് വെച്ചാൽ എരുമപ്പാലിലാണ് ഇവിടെ ചായ കിട്ടുക. ആ ചായയുടെ ഒരു രസം ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ
നമ്മൾ ടൗണുകളിലോ മറ്റു ചായക്കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പഴയ പാക്കറ്റ് പാലാണ്. പക്ഷേ അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ എരുമപ്പാലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പഴയ ആളുകൾക്ക്, വാതരോഗമുള്ള ആളുകൾക്കൊക്കെ ഇത് പ്രധാനമായ ഒന്നാണ് ഈ എരുമപ്പാൽ. അപ്പോൾ എരുമപ്പാലിൻ്റെ നല്ല കൊഴുപ്പോട് കൂടിയ ചായ അത് നിങ്ങൾക്കറിയാം, കുടിച്ചവർക്കറിയാം ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ചായ കുടിക്കൽ മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സൗഹൃദ സംഗമമാണ്. ചക്കര പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര, ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാ, ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാ. മഴക്കാലമാണ്, ചൂടുള്ള ചായ, റേഡിയോ, അതോടൊപ്പം ചൂടേറിയ ചർച്ചകളുമാണ് ഈ ചായക്കടയിൽ. വരും തലമുറ എങ്ങനെ സ്വീകരിക്കുന്നവരുള്ള ഈ ഡിജിറ്റൽ യുഗത്തിലുള്ള തലമുറകൾക്കൊക്കെ ഇത് ആവശ്യം വരുമോ, അവർക്ക് താല്പര്യം ഉണ്ടാവുമെന്നറിയില്ല. ഇപ്പോൾ സുനിയുടെ ഈ അവസാന തലമുറ തീരോളം ഞങ്ങളൊക്കെ ഇവിടെ ഈ സൗഹൃദങ്ങൾ നിലനിർത്താൻ വേണ്ടി ഇവിടെ ഉണ്ടാവും. ഇവിടെ വരാണ്ട് ഞങ്ങളൊരു ദിവസം പൂർത്തിയാവണില്ല, തുടങ്ങണില്ല ഇവിടുത്തെ ചായ ഒക്കെ ഈ നാട്ടുകാരുടെ ഒക്കെ. അപ്പോൾ ഈ അച്ചാച്ചനായിട്ട് ഞങ്ങൾ ഇതിലെ പോകുമ്പോൾ ചായ എത്തുമ്പോൾ ഞങ്ങളോട് ചായ 4 മണിക്ക് വരുമ്പോൾ ചായ പിടിച്ച മക്കളെ കയറിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് വരെ ചായ പിടിച്ച് പോകാറുണ്ട്. അങ്ങനെ തുടങ്ങിയാണ് ഞാൻ. അവിടുന്ന് തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് വന്ന് ചായ പിടിച്ച് തുടങ്ങി. ഇപ്പം സ്ഥിരമായി. ഇപ്പോൾ 2 ചായ കാലത്ത് ഇത് ഇവിടുന്ന് കുടിക്കാണ്ട് പോകാറില്ല. എന്നും വരും. എന്ത് പണിയുന്നതിലും ഇവിടുന്ന് 2 ചായ കുടിച്ചിട്ടേ പോവുള്ളൂ. ബീഡിക്കറയിൽ കരിഞ്ഞ ഹൃദയത്തിലൂറുന്ന സ്നേഹത്തിനും കൊടും കയ്പാണ്. കീറിപ്പറിഞ്ഞൊരൻ ചുണ്ടിൻ്റെ ചുംബനം പോലും കഠാരതൻ കുത്തലാണെങ്കിലും ആരോ വരാനായി തുറന്നു വയ്ക്കുന്നു വാതിൽ, വരികിൽ ഒരിക്കലും എങ്കിലും. ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളെല്ലാവരും കാലത്ത് ഒരു 5:30 മണിക്ക് ഇവിടെ കട തുറക്കും. പിന്നെ എരുമപ്പാലാണ് ഇവിടുത്തെ മെയിൻ ചായ. സൂപ്പർ ചായയാണ്. അത് ഒരു 103 കൊല്ലത്തോളമായി ഇവിടെ അച്ഛനായിട്ട് ഉണ്ടാക്കിയ ഒരു കടയാണത്. നിറമുന്തിരി സൗഹൃദമോ പകരുന്നു പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോ. പാട്ടും ചർച്ചയും ഒക്കെയായി ഒരു കപ്പ് ചായയിലൂടെ അങ്ങനെ ഒരു നാടൊന്നിക്കുകയാണ്. സൗഹൃദം മതിവരുവോളം നുണഞ്ഞ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. എൻ്റെ സൂരജ് കൊതിപ്പിച്ച്. ചായപ്രേമികൾ വണ്ടിയെടുത്തോ നേരെ വിട്ടോ പാടൂരിലേക്കാണ്. ഒരു ചായ മസ്റ്റായിട്ട് ഇവിടുന്ന് കുടിക്കണം. അപ്പം മാത്രമല്ല ആ ചായക്കടയിലെ പാട്ടുകാരും ചേട്ടന്മാരും സൂപ്പറായിരുന്നു. അപ്പോൾ കുമ്പിളപ്പം പറഞ്ഞു, ചായ അഡീഷണൽ തന്നു. അങ്ങനെ എൻ്റെ കോട്ട പൂർത്തിയാവുകയാണ്. ഇനി വഴക്ക് പറയരുത്. അപ്പോൾ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ പൂർത്തിയാവുകയാണ്. നാളെ ഒരുപാട് പുതിയ വിശേഷങ്ങൾ കാണാം.